ഹേ ഗൈസ്, നമ്മ കൽപ്പറ്റയിലത്തെ മയിലാടിപ്പാറ എന്ന സ്പോട്ടിലേക്കാണ് പോകുന്നത്. ചെറിയൊരു ട്രക്കിങ്, എന്താ അവസ്ഥ നോക്കാമല്ലോ. കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് കുറച്ചുള്ളൂ എന്നാ അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. എന്നത് ഇറങ്ങുമ്പോൾ ഫുള്ള് മഴയ്ക്ക് വരാം. അങ്ങനെ നമ്മൾ ചുരം കയറൽ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ 1 2 3 അങ്ങനെ ഒരു 9 എയർപ്പ് ഞങ്ങൾക്ക് കയറി കഴിയണം. ഇങ്ങനെ ഒരേ എയർപ്പം കയറുമ്പോൾ ചെവിയെ കടഞ്ഞ്. പക്ഷേ പുറത്തുനിന്ന് കാണാനുള്ള ബ്യൂട്ടി എന്ത് രസമാണെന്നറിയോ. ഞാൻ ടോപ്പിൽ തന്നെ നമുക്ക് കാണാം. ഞങ്ങൾക്ക് കോഴിക്കോട് ഫുള്ളും കാണാം. അത് കാണാൻ നോളജ് സീറ്റാണ് ചെറുതായിട്ട് കാണുന്നത്. ചുരം ഫുള്ളും കയറി കഴിയുമ്പോൾ കാണാം വെൽക്കം ടു വയനാട് ബോർഡർ. അതും ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് മൂവ് ആകാണ്. പോണക്ക് ലക്കിടിയിൽ എത്തിക്കഴിഞ്ഞാൽ പൂക്കോട്ട് ലേക്ക് കാണാം. അവിടെ ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ട്രക്കിങ്ങാണ് നമ്മുടെ മെയിൻ. ലക്കിടി കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ കാണാം ഒരുപാട് ചായത്തോട്ടങ്ങൾ. ഗായ്സ്, നെസ്റ്റോ കൽപ്പറ്റയിൽ അങ്ങനെ കണ്ടെത്തി. അങ്ങനെ നമ്മൾ കൽപ്പറ്റ KSRTC സ്റ്റാൻഡിലേക്ക് എത്തി. ഗായ്സ്, കൽപ്പറ്റ സ്റ്റാൻഡിലേക്ക് എത്തി. പിന്നെ ഇവിടെ വെയിലുണ്ടെങ്കിൽ കൂടിയും ചൂടില്ല. തണുത്തിട്ട് ബസ്സിലൊക്കെ പോന്നിട്ട്. ഗായ്സ്, ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളു എത്താൻ. നമുക്ക് ഷോർട്ട് കട്ട് വഴി ബസ്സുകാരനെ പറഞ്ഞുതരും. ആ വഴി പോവാം. ഗായ്സ്, ആ കാണുന്നൊരു ചെറിയൊരു കുന്നുണ്ട്. അതാണ് നമുക്ക് കയറാനുള്ള സ്പോട്ട്. ഇതിലാണ് കയറി പോകേണ്ട വഴി. കൊള്ളാം. ഇത് ഫുള്ള് കോൺക്രീറ്റ് റോഡാണല്ലോ. താമസമൊക്കെ ഉള്ള ഏരിയ ആയി തോന്നുന്നുണ്ട്. ഗായ്സ്, പാറന്നൊരു വെള്ളം എന്താവും. ഒരു ചുറ്റിനും വീടൊക്കെ ഉണ്ട്. എത്ര ഉള്ളു. ഈ കൺസ്ട്രക്ഷൻ വർക്കുന്ന ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഈ വഴി കൂടെയാണ് കയറേണ്ടത്. ഞങ്ങൾക്ക് ട്രക്ക് ചെയ്യാനുള്ള വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇത് കയറി കഴിയുമ്പോഴാണ് ഈ ഗേറ്റ് കയറി കഴിയുമ്പോൾ ആ കാണുന്ന ഷെഡിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ഉണ്ട്. 20 ഉറുപ്പ്യാണ് ടിക്കറ്റ് തന്നെ. അത് കയറി കഴിഞ്ഞാൽ ആകെ ജസ്റ്റ് ഈ കാണുന്നൊരു ചെറിയൊരു അമ്പലവും വേറൊരു ജസ്റ്റ് ആ വ്യൂ പോയിൻറ്റും പിന്നെ വേറെ ഒരു ആദ്യമായിട്ട് ഒരാൾ നടന്നൊരു കാൽപ്പാടുണ്ട്. അതെന്താ കാണാനുള്ളൂ. ഇവിടെ കയറി വരുമ്പോൾ ഒരു നല്ലൊരു ഫീൽ തന്നെ ഉണ്ട്. നല്ല കാറ്റൊക്കെ ആയിട്ട് എന്ത് രസമാണ് ആ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട്. അങ്ങനെ സൈഡിൽ കൂടെ വേറെ വഴി ഉണ്ടപ്പോൾ എന്ത് അതിലേക്ക് കയറി നോക്കി. എന്താ അവസ്ഥ നോക്കാല. ഗൈസ്, ഇവിടെ വേറെ പോയിന്റ് ഓഫ് വ്യൂ കാണുന്നില്ല. ഇവിടം വരെ ഫുള്ള് കാണുന്നില്ല. വേറെ അങ്ങോട്ട് വഴിയും കാണില്ല. ഫുള്ള് പാറ തന്നെ. കയറിയ മാതിരി തന്നെ തിരിച്ചിറങ്ങി. വേറെ റൂട്ട് കണ്ടിരുന്നു. ഞാൻ ആ റൂട്ടിലേക്ക് പോയി നോക്കണം. എന്തുട്ടിത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ പാറ കയറി കളിക്കാൻ. ഇതാണ് രണ്ടാമത്തെ സ്പോട്ട്. ഈ ഒരു കാൽപ്പാടുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്നൊരു വ്യൂ തന്നെ കാണാനുണ്ട് കുറച്ച്. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ വേറൊരു വഴി. അത് ആകെ കാട് പിടിച്ച തന്നെ വഴി. സീൻ കുറച്ച് ഡാർക്ക് പിടിച്ച വഴി തന്നെയാണ് അത്. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹ ഒന്ന് കാണാനായിട്ടായിരുന്നു പോയത്. അങ്ങനെ പോയി സീൻ തന്നെ. ഗൈസ്, ആ ഒരു ഇറക്കം കണ്ട അതാണ് ഗുഹ. ആ വഴി അങ്ങോട്ട് വല്ല വഴി നോക്കി ഇരുട്ടിൻ്റെ അങ്ങേറ്റായി. അത് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും കാണാതെ വേഗം തിരിച്ചു തന്നെ പോകുന്നു. തിരിച്ച് വരണേക്കാണ് ഒരു സൈഡിൽ കൂടെ ഇത്തിരി വെള്ളച്ചാട്ടന്മാർ ഒരു ഭാഗം. അന്ന് ആ വഴി കയറി നോക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് കയറാൻ പറ്റിയ സ്ഥലം. കൈയും കാലൊക്കെ കഴുകി തിരിച്ച് അങ്ങോട്ട് നടന്നു. ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞു. വേറെ സ്പോട്ടുണ്ടെങ്കിൽ പോകും. ഗായ്സ്, ടൗണിലേക്ക് അവിടെ നിന്ന് എടുക്കുകയാണ്. ഗായ്സ്, സൂചിപ്പാറയിലിപ്പാരും കിടത്തി വിടുന്നില്ല എന്ന് പറയണം. സോ അപ്പോൾ വൈത്തിരിയിൽ ഇറങ്ങി ഞാൻ തിരിച്ച് കോഴിക്കോട് പോകുന്ന റൂട്ട് തന്നെയാണ്. വൈത്തിരിയിൽ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടീ ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞ്. ഇനി നമ്മളെ കേട്ടോന്ന് അറിയില്ല, നോക്കി നോക്കാം. ബസ് സ്റ്റാൻഡിൽ നടന്ന ഒരു 2 കിലോമീറ്റർ. ഗൈസ്, നല്ല വ്യൂ അല്ലേ. കാണാൻ
അങ്ങനെ ചുറ്റിനും ചായലത്തോട്ടം കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നേന്ന്. ഫാക്ടറി അടുത്തൊക്കെ എത്താനായി. ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യാവസ്ഥ പറഞ്ഞത്. ഗായ്സ്, വീണ്ടും സങ്കടം. ഞായറാഴ്ച ഇല്ല, ശനിയാഴ്ച വരെ വൈകിട്ട് 5 മണി വരെ ഉള്ളൂ. ഈ കാണുന്ന കൂമ്പലുണ്ടല്ലോ, കിളുത്ത് വരണത്, ഇതെന്താണ് ഇവർ എടുക്കണത്? ഈ ലൈറ്റ് വെച്ചായിട്ട് നിൽക്കണണ്ട, ഈ ഇലകൾ കട്ട് ചെയ്തിട്ട് ഇവർ പ്രോസസ്സ് ചെയ്യും. നമുക്കൊന്നും പ്രോസസ്സ് ചെയ്ത് നോക്കാം. ചെറിയൊരു മണമുള്ളൂ, ചിലപ്പോൾ ഉണക്കി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവഹിക്കും. എത്തിച്ചു പോവാം. അങ്ങനെ തിരിച്ച് നേരെ റിട്ടേൺ പോകുമ്പോൾ നോളജ് സിറ്റി കയറാമെന്നുള്ള പ്ലാനായി. അങ്ങനെ നേരെ കൈതപ്പൊയിൽ നിന്ന് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ അടിവാരം കൈതപ്പൊയിലെത്തി. ഞാൻ അവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. നടന്നു കഴിഞ്ഞാൽ നേരെ എത്താൻ നോളജ് സിറ്റിക്കാണ്. നമ്മൾ നോളജ് സിറ്റിയുടെ മെയിൻ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ വഴി കുറച്ചൊക്കെ നടക്കാണ്ട് പള്ളിയുടെ അവിടേക്ക് എത്താൻ. ഇവിടുത്തെ ഓരോരോ ബിൽഡിങ്ങുകളും. അങ്ങനെ നമ്മൾ കൈതപ്പൊയിൽ ഇറങ്ങി നോളജ് സിറ്റിക്ക് നടന്നുകൊണ്ടിരിക്കാം. പിന്നെ ഇങ്ങനത്തെ വല്ല ട്രക്കിങ് ഏരിയ വയനാടുണ്ടെങ്കിൽ, വയനാടുള്ള ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പറയണം, മെൻഷൻ ചെയ്യണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീട്ടിൽ പോട്ടെ. ബൈ.